ഉപ്പങ്കാക്ക ചകോരാതി പക്ഷി കരയുന്ന കിളിയുടെ ശബ്ദം കേൾക്കാൻ എന്ത് രസമല്ലേ. പക്ഷികളൊക്കെ കരയുന്ന ഓരോരോ ശബ്ദത്തിൽ കൂടുതൽ നമുക്ക് അവരോട് സ്നേഹം തോന്നും. കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ എന്താ ശബ്ദം. കാക്ക വൈകുന്നേരമായ കരിയിലക്കുരുവിയാണ് അവിടെ. എന്തോരമാണോ കീ കീ എന്നുള്ള ശബ്ദം. കാക്കകൾ അടികൂടുന്നുണ്ട് അവിടെ. കുറേ ദിവസമായി നനച്ചിട്ട്, ഒരാഴ്ച. എല്ലാവരും വെള്ളം കിട്ടാതെ ദാഹിച്ച് വരണ്ടു തുടങ്ങി. ഉണ്ടോ? ഇനിയും വെള്ളം ഒഴിച്ചൊഴിച്ച് നേരെ ആവണം അവർ. പൊതിനെയൊക്കെ ഇങ്ങോട്ട് വെള്ളമില്ലാതെ ചീര, അത് പൊന്നാങ്കണ്ണി ചീര, ചീനി, ഡ്രാഗൺ ഫുഡ്, ഇത് വെള്ളം ഇതാ മുള്ളുള്ളത്, ചീര, സദാ ചീര. ഈ ചീരയ്ക്ക് നമ്മൾ കുപ്പച്ചീര എന്നാണ് പറയുക. കരയുന്നവർ ഉണ്ടോ? പക്ഷി കരയുന്നു. കുറേ ചകോരാതി പക്ഷിയുണ്ട് ഇവിടെ. ഉപ്പങ്കാക്ക. ഈ മരത്തിൽ ഒരുപാട് കിളികൾ വന്നിരിക്കുന്ന അവരുടെ വാസസ്ഥലമാണത്, വീട്. ഒരു കപ്പളത്തിൻ്റെ തൈ മുളച്ച് വരുന്നുണ്ട്. എന്താ ഇതെങ്ങനെയാന്ന് നോക്കാം നമുക്ക്.
കപ്പളത്തൈ, കറുമൂസക്കായ്, ഓമക്ക, അതിൻ്റെയൊക്കെ തയ്യത് എല്ലാം ഒരു പേര്, ഒരു കായ്ക്ക് പറയണ പേരാണ് ഒരുപാട് പേര്. തൈ ഒന്ന് തന്നെ, ഒരു തൈ അതിലുണ്ടാകുന്ന കായ്ക്ക് പല പേരുകൾ. നമുക്ക് ഇതൊക്കെ വാടിപ്പോയി. മുളകൊക്കെ തീർന്നു. നല്ല ചെത്തി ചെമ്പരത്തി, നല്ലൊരു മത്തനാണ്, പോയ മത്തനാണ്. അത് പിന്നെ ഇതാ പിടിച്ച് വരുന്നുണ്ട്. വെള്ളം ഒഴിച്ചൊഴിച്ചൊഴിച്ച് അവർ മേലോട്ട് കയറിപ്പോകുന്നുണ്ട്. ഉണ്ടോ, കായ് വരുന്നുണ്ട്. ചെറിയ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൽ. ഇത് വെറ്റില കൊടിയാണ്. ബജ്റ നമ്മൾ നട്ട് മുളപ്പിച്ച് ഇത്രയും വരെ എത്തി. കായായപ്പോൾ ഇല്ലേ, ഇത് നിറച്ചുണ്ടായിരുന്നു. ഇവിടെ നിന്നൊക്കെ കിളി കൊത്തിക്കൊണ്ടുപോകും. ഇതവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് കിളികളുണ്ട് ഇവിടെ. ഇതാ അതിൻ്റെ കായായത് കേട്ടോ, പിന്നെ മുട്ടുകമ്മലൊക്കെ പോലെ. ബജ്റ ഞാനിത് ഭക്ഷണത്തിന് വേണ്ടി പൊടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്, ചപ്പാത്തിക്കും പുട്ടിനൊക്കെ. അപ്പോൾ ഞാൻ ഒരു പിടി വാരി ഇട്ടതാണ്. 2 എണ്ണമാണ് മുളച്ച് വന്നത്. കുറേ കാലമായി നട്ടിട്ട്. അതാണ് അതിൻ്റെ അരി, കാണുന്നുണ്ടോ? നമ്മൾ പറിച്ച് നശിപ്പിക്കണ്ടല്ലോ, കിളികൾ തിന്നോട്ടെ. അതാ ഒരെണ്ണേ ഞാൻ പറിച്ചുള്ളൂ. കാണുന്നുണ്ടോ? അതിൻ്റെ കളറ് നോക്കി, ഒരു വയലറ്റ് കളറിലാണ് ഇത് അരിയുള്ളത്. മൂത്ത് വരുന്നുണ്ട്. നമുക്കൊന്ന് പൊട്ടിക്കാൻ പറ്റില്ല, മൂത്ത് കേട്ടോ. ഞാനത് കടിച്ച് പൊട്ടിച്ചു. ഇതാണ് ഓരോ അരിമണിയും കണ്ടോ. ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ കൂടി ഉള്ളതെല്ലാം ഇവിടെയൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇതിലെല്ലാം ഇതെല്ലാം കിളി കൊത്തിക്കൊണ്ട് പോകണതാണ്. ഞാനൊരു ദിവസം നോക്കുമ്പോൾ നല്ല സുഖത്തിൽ വന്നിരുന്ന് തിന്നുന്നു. അപ്പോൾ എനിക്ക് സന്തോഷമായി കേട്ടോ, അവർ കഴിക്കട്ടെ എന്ന് വിചാരിച്ച്. ഇതൊക്കെ അവർക്കുള്ളതാണ്. പക്ഷേ നമ്മൾ ഒരു പരീക്ഷണം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇതൊക്കെ നട്ടതാണ്. പിന്നെ ഇതാണ് ആദ്യം ഉണ്ടായത്, അതിൽ കായ് മുത്തു. ഇനി ഇതാണ് ഇപ്പം ഉണ്ടായി വരുന്ന, കായായിട്ടില്ല, പൂവാണത്. അതിൻ്റെ പൂവിൻ്റെ മുകളിലുള്ളൊരു ഇതാണ് തരി പോലെ. ഇതൊക്കെ പൊഴിഞ്ഞു, നിറച്ചും ഉണ്ടായിരുന്നു, പൊഴിഞ്ഞു പോയി. ഇങ്ങനെ ഫുള്ളും ഇങ്ങനെയായിരുന്നു, അതെല്ലാം കൊഴിഞ്ഞു പോയി. ചോളത്തിൻ്റെ ഇല പോലെ തന്നെയാണ് ബജ്റൻ്റെ ഇലയും. നമ്മൾ ചോളമൊക്കെ ഇല്ലേ, കമ്പം, അരിച്ചോളം, കമ്പം എന്നൊക്കെ പറയുന്നത്, അതൊക്കെ എനിക്ക് നല്ല പരിചയം കേട്ടോ. നമ്മളെ വീട്ടിലതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്ത് കണ്ടാലും അമ്മ വേഗം കൊണ്ട് കുഴിച്ച് വയ്ക്കും. അത് ഒരെണ്ണം നട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട്. ആ നടുന്ന സാധനം നല്ലോണം ഉണ്ടാകുകയും ചെയ്യും. നല്ല കൃഷിഭാഗ്യമാണ് അമ്മയ്ക്ക്. എന്ത് നട്ടാലും അമ്മ അത് അതേപോലെ തന്നെ അമ്മയ്ക്കത് കിട്ടും. കൃഷി അതിൻ്റെ ചൂട് ഇതാണ്. ഇതോ, ഞാനതൊരു ഉറപ്പിന് വേണ്ടി കട്ടയൊക്കെ വെച്ച്, ചെരിഞ്ഞു പോയതായിരുന്നു, അത് ഞാൻ കട്ടയൊക്കെ വെച്ച് നൂർത്തി. പിന്നെയാണിത് മുളച്ചത്, കായായത്. ഇതാ ഇനി ഈ ഇതളയിൽ അടുത്തൊരു കായും കൂടെ വരും.
ഇവിടെ ആരോ കൊണ്ടൊന്നും അനങ്ങുന്നുണ്ട്. പങ്കാക്കാന്ന് തോന്നുന്നു. കിളികൾ ഇതൊക്കെ തിന്നുന്നുണ്ട് ഇവര് കുറച്ച്. അണ്ണാനായിരുന്നു കേട്ടോ. തെങ്ങിൽ കയറിപ്പോയി.